ഒരേ ഒരു ട്രിക്ക് മതി കേട്ടോ ഇതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി കുതിർത്തെടുത്തതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറും ഒരു ഏലക്കായ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 നുള്ളു ഉപ്പും 1/2 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ, നല്ല കട്ടിയിൽ തന്നെ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് ഒരു 3 അച്ച് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുത്തിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് അരിച്ചിട്ട് നമ്മളിതാ നല്ല ആ ചൂടുള്ള ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം ഇതുപോലെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളി ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് മാത്രം വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ആയാലും മതി കേട്ടോ. എന്നിട്ട് ചെറിയുള്ളി അരിഞ്ഞൊന്ന് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടപ്പിൽ നിന്ന് നമ്മൾ ആ ഒരു വെയിറ്റ് എടുത്ത് വെക്കണം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ കളവിനനുസരിച്ചിട്ടൊക്കെ ഈ ഒരു വേവുന്നതിൻ്റെ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 15 മിനിറ്റാണ് എനിക്കിവിടെ വേവാനായിട്ട് വന്നിട്ടുള്ള ടൈം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കറപ്പം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കുക്കറിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നല്ല ആരെടുത്തിട്ടുള്ള പഞ്ഞു പോലെയുള്ള കലത്തപ്പം റെഡിയായി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.